കുറെ നേരം ആയല്ലോ കാശിന് കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു. അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കട പൊട്ടാ, പല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല. എണ്ണം വീണ്ടും തെറ്റിയത് എത്ര പ്രാവശ്യം ചാണകം അത്രയും. നായിന്റെ മോനെ കഴുതേ, ആളെന്തരം നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെയാണോ നിന്നെ പോത്തേ പോത്തേ എന്ന് വിളിക്കുന്നത്? എന്താ പോത്തുകൾ തമ്മിലൊരു ശൃംഗാരം? വെറുതെ തൂറി നാശാക്കിയെന്ന്. എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ? ഓ അത് ബുദ്ധി. അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ? താങ്ക് യു, താങ്ക് യു. സൂക്ഷിച്ചോളണം ബാഗിനകത്ത്. കള്ളൻ കള്ളൻ കള്ളൻ! എന്റെ ബാഗ് തന്നിട്ട് പോകാൻ നിക്കട അവിടെ. എന്റെ ജീവനാണ് ആ ബാഗ്. അതിനെന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ വിടില്ലടോ. അനങ്ങിപ്പോ വീശിക്കളി ഞാൻ. ഒരു സോഡ. വടിവേലുവിനോട് അവന്റെ കളി. നീ ആര്? ജാക്കി ചാന്? മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്? കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കൈയിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ കശേരികളും ഇവന്മാര് തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിരുന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ വെച്ച് യുവമാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ? മനസ്സിലായില്ല? എല്ലാവരും വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നു. തമാറ്റിക്കല്ലേ? എന്റെ പേര് നിനക്കറിയാം? എനിക്കറിയില്ല. വല്ല വലിയ പേരായി. ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. കുട്ടാ, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അരുമയാർന്ന ജയിലു മക്കളെ, സിലമ്പാട്ടം ആരംഭിക്കണം. സന്ദേഹം വേണ്ട, ഞാൻ ഇങ്ങ ഇരിക്കും. ടൈം എടുത്ത് പണ്ണുങ്കോ. പണം തൂക്കിട്ട് വാ. ബാഗ് നിന്റെ കയ്യിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാം. ചുമ്മാ ചുറ്റി വിളയാടാമേ. ആദ്യടെ ഞാൻ പോയി ഒരു ടീ സാപ്പിട്ട് പറയാൻ. അയ്യോ, എനിക്ക് വയ്യേ. അമ്മാ, അയ്യോ, അടിക്കരുത്. ബാഗ് എന്റെ കയ്യില്ല, അവന്റെ കയ്യില്ല. ഒരു മിനിറ്റ്. എന്നാ ഇതല്ലേ വേണ്ടത്?
എഴുന്നേക്കടാ എഴുന്നേക്കടാ. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കടാ. അയ്യോ, നിങ്ങൾ വേണമെങ്കിൽ രണ്ടിടി കൂടുതൽ ഇടിച്ചോ, എന്നാൽ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. മോഷണ കലയിൽ വീഴ്ച വരുത്തിയ കുറ്റത്തിന് അവർ പിടിച്ചിട്ട് ഉരുട്ടും. പോലീസും ഞങ്ങളും തമ്മിൽ 50-50 டீலிங்ஸா. ആണോ? இவன் இந்த மாதிரி பல தடவை நம்ம எல்லார் காசும் திருடிட்டு போயிருக்கான். ஆனா இந்த தடவை விடக்கூடாது. இவனை பிடிச்சு விசாரணை பண்ணி ஆகணும் പഞ്ചായത്തിൽ നിർത്തി. അയ്യോ, എന്നെ വെറുതെ വിടണം. എനിക്ക് പോരാ പറഞ്ഞിരിക്കുന്നൊരു പെങ്ങളുണ്ട്. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കൊള്ളാടാ. ഡാ, നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയണ്ട. ഗുളികൻ എപ്പോഴാ വരുന്നെന്ന് അറിഞ്ഞൂടാ, ബലിക്കും. അതെ, ഇവനൊരു ചാക്കി കെട്ടിയ വണ്ടിയിലോട്ടിട. அண்ணா, அந்த திருடன் தப்பிச்சோடுற, அவனை விடக்கூடாது. குடிங்கண்ணா. എടാ പൊട്ടാ, കള്ളം ചാടി പോയിന്ന്. കള്ളച്ചാരം പിടിക്കണം അവനെ. ചെല്ല്. അയ്യോ, അവൻ എവിടെ? டேய் சின்னையா கண்ணையா முருகையா வாங்கடா, இவனை தூக்கி போடுறா. மீனுகள் அஸ்தானத்து கொத்தாத பாருங்க. கொல்லுடா. കേറ്. മണ്ടന്മാർ ചാക്ക് മാറിപ്പോയത് അറിഞ്ഞിട്ടില്ല. മറ്റേ ചാക്കിൽ ആരായിരിക്കും? എവിടെയായിരുന്നടാ? ഇത്രയും നേരം നിന്നെ കാണാതായപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി. ചന്തേന്ന് പോരാൻ വൈകി. ദൈവം കാരണ. ഞാൻ കാരണമല്ല, എല്ലാം ഈ തെണ്ടി കാരണം. ഇതെന്താടാ ഈ ചാക്കിനകത്താരാ? കള്ളൻ. കള്ളനോ? അച്ഛ, ചന്തയിൽ പോണവരെ കാശ് അടിച്ചോണ്ട് പോണ ഒരുത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അവനാണ് ഇവൻ. ഇവനെ നമുക്ക് കട്ടപ്പഞ്ചായത്ത് വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാം. മിണ്ടാതിരിടാ. എടാ, ആദ്യം ആ ചാക്കഴിച്ച് അയാളെ പുറത്തിറക്കി വിട്. ചത്തുപോയ സമാധാനം പറയേണ്ടി വരും. ചത്തുപോയി കഴിഞ്ഞാ പിന്നെ അയാളോട് എങ്ങനെയാ സമാധാനം പറയുന്നത്? ഇതെന്തോന്ന്? വെള്ളം കുടിച്ച് ചേർത്തോ? അയ്യോ, തല മാറി. നമ്മുടെ അയ്യപ്പൻ നായരല്ലേ? അമ്മേ, ഓടിക്കോ. എടാ പോവല്ലുണ്ട്. അച്ഛനെങ്ങനെ ഇയാളറിയാം? എടാ, ഇയാൾ നമ്മുടെ തറവാട്ടിലെ പഴയ കാര്യസ്ഥനായിരുന്നു, അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായർ ആരാ ചാക്കി കയറ്റിയത്? പുത്തേഴത്തുകാരാ. പുത്തേഴത്തുകാരൻ. രാജൻ കുഞ്ഞിന്റെ ഒളിച്ചോട്ടവും സരസ്വതിയുടെ ആത്മഹത്യയും നടന്ന അന്നു മുതൽ ഇന്നോളം കിഴക്കേടത്തുകാരും പുത്തേഴത്തുകാരും ബദ്ധശത്രുതയിലാണ്. മതിൽക്കെട്ടുകളില്ലാത്ത ഇരു വീടുകളുടെ മധ്യത്തിലായി മതില് വന്നു. കിഴക്കേടത്ത് പാടത്തേക്കുള്ള വെള്ളം പുത്തേഴത്തുകാര് അവരുടെ അതിർത്തിയിൽ വെച്ച് ബണ്ട് കെട്ടി അടച്ചു. കിഴക്കേടത്ത് ശബരി പോലീസും പുത്തേഴത്ത് ജയശങ്കർ വക്കീലുമായതോടെ ബണ്ടിന്റെ പേരിൽ പിന്നെ നിയമയുദ്ധങ്ങളായി. കോടതി വിധി അനുകൂലമായത് പുത്തേഴത്തുകാർക്ക്. അതോടെ കിഴക്കേടത്ത് ഭൂമി തരിശായി. അതൊക്കെ പോട്ടെ, ഇപ്പുറത്തെ പെൺകുട്ടിക്കൊരു ആലോചന വന്നാൽ അപ്പുറത്തുകാർ മുടക്കും തിരിച്ചും. ഇപ്പം തന്നെ രാജൻകുഞ്ഞിൻ്റെ പെങ്ങൾ സുമിത്രയുടെ മകൾക്കൊരാലോചന തെങ്കാശിന്ന. അതുമായി ബന്ധപ്പെട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നതാ ഞാൻ. അത് മണത്തറിഞ്ഞ പുത്തെഴുത്തുകാർ വഴിയിൽ വെച്ചെന്നെ. ഇവനെ ചാക്കി കിട്ടിയ കനാലി തലയേക്ക്. നിങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് സത്യേനെ. അച്ഛനെന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആ മനസ്സ് ഞാൻ പറയട്ടെ. അച്ഛൻ കാരണം പിരിഞ്ഞുപോയ ആ രണ്ട് കുടുംബങ്ങളും ഒന്നിക്കണം. എല്ലാവരും ഒരുമിച്ച് വീണ്ടും സ്നേഹത്തോടെ കഴിയണം, അല്ലേ? ഞാനൊന്ന് ശ്രമിച്ചാലോ അച്ഛ? നീയോ? എങ്ങനെ? അയ്യപ്പൻ നായർ പോകുമ്പോ ഞാനും കൂടെ പോവാം. എന്റെ പൊന്നുമോനെ, ഇനി ഞാനില്ല അങ്ങോട്ട്. എന്നെ കണ്ട അവർ തല്ലിക്കൊല്ലും. ഞാൻ ഈ രാജൻ കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ എങ്ങാനും നിന്നോളാം. എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാം. അവിടെ ചെന്നിട്ട് നീ ആരാണെന്ന് പറയും? അയ്യപ്പൻ നായർ പറഞ്ഞയച്ച പുതിയ കാര്യസ്ഥനാന്ന് പറയും. വിദ്യാഭ്യാസം കുറച്ച് കുറവാണെങ്കിലും കാർഷിക മേഖല എന്റെ കയ്യിൽ ഭദ്ര. എന്താ കുഞ്ഞെ, ഈ കുഞ്ഞിനെ പഠിപ്പിച്ചില്ലേ? അത് പണ്ട് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഈ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ഇവന്റെ തലയിലായി. ഇപ്പൊ ഈ കാണുന്ന ശരീരവും ആരോഗ്യമൊക്കെ എന്റെ മോന്റെ പുണ്യ. അപ്പോ ഞാൻ രാവിലെ തന്നെ പുറപ്പെടാം. അത് വേണോ? കുഞ്ഞാരാണെന്ന് പറഞ്ഞാൽ തലപോണ കേസാ. ആ വക കേസൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു കാര്യം അയ്യപ്പൻ നായർ മറക്കാതെ ചെയ്യണം. ഒന്ന് വിളിച്ചു പറയണം കിഴക്കേടത്തേക്ക് പുതിയ കാര്യസ്ഥൻ വരുന്നുണ്ടെന്ന്.
പെങ്ങളെ ദേവി ഡീ, ഇത് ഞാനാ. ഏട്ടൻ നീ ആ പുറകിലത്തെ വാതിൽ തുറക്ക്. ഏട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയേ? 2-3 ദിവസമായി. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? വാ. ആ നാട്ടിൽ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് നീ പുത്തേഴത്തെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിൽക്കേണ്ടെന്ന്. അടുക്കളപ്പണിക്കാരുടെ മുറി എപ്പോഴും അടുക്കളോട് ചേർന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നൊരു വേലക്കാരിയായിട്ടല്ല, സ്വന്തം മകളെ പോലെ ഇവിടെ എല്ലാരും കാണുന്നേ. നന്നായി. ഏട്ടനൊരു കള്ളനാണെന്നറിഞ്ഞ നല്ലൊരു മോഷണം ഒത്തുവന്നാ അന്ന് ഈ പണി ഞാൻ നിർത്തും. നിന്റെയും കൂടി കല്യാണം, അതാണ് എന്റെ സ്വപ്നം. എന്നാൽ ഇറങ്ങട്ടെ മകളെ. രാത്രിയിലൊരു വീട്ടിൽ കയറിയിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോന്ന് ആദ്യമായിട്ടാ. ഇവിടെ കക്കാനൊന്നില്ലേ? പേച്ചറമ്മാവൻ ഇവിടുത്തെ മുത്തശ്ശന്റെ അനിയനാ. കണ്ണിന് പരിക്കുപറ്റിയപ്പോഴേ പട്ടാളത്തുനിന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ കാഴ്ചയില്ലേ? കുറേശ്ശെ കാണാം. നിക്കടാ അവിടെ. ആരാടാ നീ? മാധവനായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരുമായിരിക്കുമെന്ന്. നിനക്ക് എന്താണ് രാത്രി ഉറക്കമൊന്നുമില്ലേ? ഞാൻ സാധാരണ രാത്രി ഉറങ്ങാറില്ല. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ആ തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. നീ വാ. നീ കാർഗിൽ യുദ്ധത്തെ പറ്റി കേട്ടിട്ടില്ല? ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ സുവർണ ക്ഷേത്രത്തെ പറ്റി ഞാൻ ഓർത്തു പോവുകയാണ്. ബിന്ദുന്മാരാ ഗ്രൂപ്പ് അപ്പുറത്തും 21 ബറ്റാലിയനുമായി ഞാൻ ഇപ്പുറത്തും. പിന്നെ അങ്ങോട്ട് വെടിയോ വെടി. എന്തൊരു തണുപ്പ്. ആടെങ്കിൽ ആട്. ആടെന്താ പൊസിഷൻ എടുക്കണത്? പനി പിടിച്ച് കാണും. ആരാ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ, കാര്യസ്ഥ കുമാരൻ. കള്ളൻ കള്ളൻ കള്ളൻ, ഓടുവാ കള്ളൻ. ഞാൻ കള്ളം തന്നെയാ, പക്ഷെ വീട് മാറി കയറിയതാ. ഓ, കിഴക്കേടത്ത് കക്കാൻ വന്നതാണോ? അതെ. ശത്രു കുടുംബത്തിൽ കക്കാൻ വരുന്നവനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. എന്താ പേര്? കാളിദാസ്. ആ, നല്ല പേര്. ദേ, ഈ മതില് ചാടിയ കിഴക്കേടത്ത. അവിടെ കാര്യമായിട്ടുള്ളത് അറിയോ? പിന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, പെട്ടി നിറയെ പൂത്ത കാശ്, സ്വർണ്ണാഭരണങ്ങൾ. മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പവർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒന്ന് കുഞ്ഞു തരൂ. എന്തിനാ? അല്ല, ഈ മധുരന്ന് ചാടാ. ഇതൊന്ന് വിരിക്കട്ടെ കേട്ടോ. ശ്വാസം പിടിച്ചോട്ടാ. കള്ളനാണെങ്കിലും ഒരു കുള്ളന്റെ ഭാരം. ഈ മുതുകൊണ്ടുള്ള സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ മുടിഞ്ഞ ഭാരവും ഞാൻ മറക്കില്ല. പിടിച്ചേനെ, കുഴപ്പമില്ല. ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലേ പോയാ മതിയാ. നിനക്ക് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു. ആരാ ശബരി? ഒരു കള്ളനെ പിടിച്ചതാ. ഞാൻ വരുമ്പോ യവൻ ഇവിടെ കിടന്ന് പരുങ്ങുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടില് ഉത്തേഴത്തെയോ പേരിവിടെ വേണ്ടി പോലും. നിർത്ത, അവനെ തല്ലാതെ. നീ അയ്യപ്പൻ പറഞ്ഞിട്ട് വന്നതാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ശബരി, ഒരു പുതിയ കാര്യസ്ഥനെ അയക്കുന്ന കാര്യം അയ്യപ്പൻ പറഞ്ഞിരുന്നു. പാവം, ഇവനെ ആ മുറി കാണിച്ചു കൊടുക്ക്. കൂടച്ചല്ലേ ഒരു കോയമ്പത്തൂര്. ഒന്നല്ല 2 ടിക്കറ്റ്. നീ എപ്പ കേറി? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അണ്ണ ഒരു നിമിഷം. നീ ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ടാ. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ. ദാ, ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും നീ എന്നെ നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എടാ, ഞാനൊരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളുകൂടിയും വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം,
ഇപ്പൊ എനിക്ക് കള്ളു കുടിക്കാൻ തോന്നുമ്പോ ദാ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം. എടാ എനിക്കവിടെ ടിക്കറ്റ് എറാ. என்னாச்சுமா அம்மா எப்படி வண்டி நிறுத்தியா എന്നാച്ചേ நம்ம மயங்க வந்துச்சப்பா இத தண்ணில கொடுங்க அது தண்ணிலேப்பா அம்மா നീ വെള്ളം തന്നെ ഞാൻ തരില്ല. ഈ സമയത്ത് കണ്ണിച്ചോരയില്ലാണ്ട് പെരുമാറല്ലേ. നീ എന്ത് പറഞ്ഞാലും എന്റെ ഈ വെള്ളം ഞാൻ തരില്ല. ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. ഉരുള വെള്ളം. കണ്ടക്ടർ തന്നിതാ. அம்மா தா പാവം മടമടാന്ന് കുടിക്കുന്ന കണ്ടില്ലേ. എനിക്കും കൊതിയാവുന്നു. വെള്ളം കിട്ടാതെ ആ സ്ത്രീ ചത്തുപോയിരുന്നെങ്കിൽ ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടേ തീർത്തേനെ. ഈ വെള്ളം കുടിച്ചിട്ട് ആ സ്ത്രീ ചത്തുപോയാലോ? സത്യം പറ, അതെന്ത് വെള്ളം? എടാ ഞാൻ ചാരായത്തിൽ ഏലക്കും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് സ്വന്തമായിട്ട് വാറ്റിയെടുത്ത മിശ്രിത. നിനക്ക് മണം വരാതിരിക്കാൻ. എടാ എന്റെ ഈ സാധനത്തിന് ഇങ്ങനെ പോറുണ്ടാടാ. ഇങ്ങോട്ട് പോലെ പറഞ്ഞിട്ട് തിരിഞ്ഞൂടാ. അങ്ങോട്ട് പോടാ. വയറ്റുവാനുള്ളതായിരുന്നു. ഇറങ്ങങ്ങട്. 100 ബാക്കി വെച്ചോളൂ. ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല. ഇതിലേതാണോ കിഴക്കെടുത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറ് ഏതാ? എന്തിനാ അത്? എടാ കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്. എടാ പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്താ കളം വരച്ച് ജയം കളിക്ക? കിഴക്ക് നോക്കിയ യന്ത്രം. എടാ കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല. അവിടെ ചെന്ന് ചോദിച്ച പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നവിടെ നിക്ക. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് തന്നെ കിഴക്കെടുത്ത് ഇവന്മാർക്കൊക്കെ ഇത് തുറന്നു കിട്ടൂല. ഏതാ ഈ മാംസപിണ്ഡം? ചേട്ടാ ഈ കിഴക്കേടത്ത് ഇവിടെ വന്നിട്ട് കിഴക്കെടുത്തു. എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം? പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ. അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്. നീ ആരാ? ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ. ഓഹോ ഇങ്ങ് വന്നേ. നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ ഏത് കരണത്താ കിട്ടിയത്? ഇവിടെ, ഇവിടെ. മാധവാ, വിജയ, ഓടി വാടാ. അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അടിച്ചു പഠിക്കാൻ ഞാൻ സ്കൂളല്ല. എന്താ കിഴക്കേടത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ. അതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അതെന്താ? ഇവിടെ കിഴക്കേടത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞാടിയാടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തേഴുത്ത്, ഇത് കിഴക്കെടുത്ത്. അയ്യോ എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു. ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. അടി തുടങ്ങിക്കോ. ഓടാ അമ്മയും പെങ്ങളെ തിരിച്ചറിഞ്ഞൂടാത്തോമാരെ. എടാ ദാണ്ടടാ കള്ളൻ. അവൻ തന്നെ വിഗ്രഹം അടിച്ചോണ്ട് രക്ഷപ്പെടാൻ നോക്ക. ഇതെന്നെ ചാക്കി കയറ്റിയോമാരല്ലേ? വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും. തുറക്കാനും പറ്റുന്നില്ല. എടാ വാക്കത്തെടുത്ത് വീശടാ. എടാ വീശല്ല, ഇവന്റെ നേരെ വീശ്. കാറ്റുണ്ടോടാ? കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, വീശാൻ എന്ന് പറഞ്ഞത് ഇവന് വെട്ടാനാടാ. തെളിച്ച് പറയണ്ടാ. എന്നെ കൊല്ലരുത്. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. എടാ ഇത് പഞ്ചലോക വിഗ്രഹമാണ്. ഇവനെന്താ വാതിലടച്ചിട്ടിട്ട് ഇവന്റെ പേര് സ്വയം പൊക്കി പറയണേ? ക്രിസ്മസ് പപ്പായ പോലുണ്ട്.
2 അന്തർ സംസ്ഥാന വിഗ്രഹ മോഷ്ടാക്കളെ ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. മോഷ്ടാക്കളോ? വരൂ അങ്ങനെ കൺകുറുക്കെ കാണൂ. ഇതാ തൊണ്ടിയുമായി തെണ്ടികൾ നിൽക്കുന്നത്. കണ്ടാൽ മാന്യന്മാരാണ് തോന്നുന്നു. കയ്യിലിരിപ്പ് മോഷണം. അയ്യോ ഞങ്ങൾ കള്ളന്മാരല്ല. പിന്നെ ഈ വിഗ്രഹം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അത് പിന്നെ ഈയമല്ല, പഞ്ചലോഹം. നിനക്കറിയോ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ 1.5 കോടിയാ വില. വെക്കണവിടെ. രവി ശബരി വിളിക്കണം. ഇവന്മാരെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസാ? വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. വേണ്ട, ചെറുപ്പക്കാരല്ലേ, ഈ 2 കൊടുത്ത് പുറത്തേക്ക് വിട്ടേക്ക്. നീ ആരാന്നുള്ള സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇടിയുള്ളേണ്ടി വരും. ഞാൻ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എങ്കിൽ യുവമാരെ തല നമ്മുടെ പണിക്കാരൊക്കെ ഏർപ്പാടാക്കട്ടെ. വിളിച്ചടിച്ച് നിരത്തടാ. നീ എന്താ കാണിക്കുന്ന? ആൾക്കാർ കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുക്കട. പടിയടച്ച് ആനപ്പെട്ട വെക്കുന്നോ? പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്, കള്ളന്മാരെന്ന് ആരോപിച്ചത്. വടക്കാണല്ല, നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടെ ഒരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റണത്തിനും അറിയില്ല. കട്ടക്കണ്ടേ ഇറങ്ങി വാടാ. വക്കീൽ സാറേ, കുഞ്ഞനും കുത്തണ്ട. എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. എന്താടാ വിളിച്ചു കൂവുന്നേ? 2 ചുണക്കുട്ടികൾ കിഴക്കെടുത്തുകാരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ, ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിണ്ടി റാസ്കൽ. വെരി ഗുഡ്, നല്ല ഫോറിൻ തെറി. എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ. ഇപ്പൊ എടുത്തിട്ടോട്ടാ. കിട്ടി. കിഴക്കെടുത്ത ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ. അവന്മാരേക്ക് വിളി. നിനക്ക് കൂടി പങ്കെടുത്തൂടെ? എടാ അവൻ ഇവിടുന്ന് ഓടിപ്പോ. അങ്ങോട്ട് വരാൻ പറ. എങ്ങോട്ട്? പുത്തേഴത്തേക്ക്. എടാ നേരത്തെ അടിയുടെ ബാലൻസേരനാണ്, പോകരുത്. നീ പോടാ. എടാ എന്റെ ലക്ഷ്യത്തിലെത്താൻ പുത്തെഴുത്ത് നീ വാ. ഞാൻ വന്നില്ലെന്ന് വാടാ. എടാ ഞാൻ നേരത്തെ വന്ന് ഇടിയുണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല.